ഹലോ ഹായ്. ഇന്നത്തെ വരവിന് ചെറിയൊരു ഉദ്ദേശമുണ്ട്. ദിയ ഫാത്തിമേൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റ്, ഒരു ലൈവ്, ജുനൈദിൻ്റെ ലൈവ് കണ്ടായിരുന്നു ഇന്നലെ. അപ്പം അതിൽ ഞാനൊരു അപ്ഡേറ്റ് കണ്ടു. അപ്പം അതിൻ്റെ ചെറിയൊരു കാര്യം കേട്ടോ, അതൊന്ന് സംസാരിക്കാൻ വന്നതാണ്. അപ്പോൾ കുട്ടി എവിടെയാണ് ഉള്ളതെന്നുള്ള ഏകദേശം ഒരു വിവരവും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ആ ലൈവിൽ പറയുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ ഇവർക്കിങ്ങനെ ഒരുപാട് വ്യക്തികൾ ഇങ്ങനെ വിളിക്കും. കുറേ ഫേക്കായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. കുറേ ആൾക്കാർ വെറുതെ ആൾക്കാരിങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ ഒരു കേസിലെങ്ങാനും പോയി നോക്കിയപ്പോൾ ഏകദേശം ഒരു 10-70% സാമ്യം ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഏകദേശം ആ കുട്ടിയെ പോലൊക്കെ തന്നെയാണ്, സാമ്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ജുനൈദ് സംസാരിച്ചിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല വീഡിയോയിൽ. ആ കുട്ടിയെ പോലെ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ആ കുട്ടിയാണെന്നുള്ള കാര്യം കൺഫേം അല്ല കേട്ടോ. ദിയ ഫാത്തിമയാണെന്നുള്ള കാര്യത്തിലും കൺഫേം ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. കാരണം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഡീറ്റെയിലായിട്ട് ആ കുട്ടിയുടെ വിവരങ്ങൾ കണ്ടെത്തി ആ കുട്ടിയുടെ ആ സാഹചര്യത്തിൻ്റെയൊക്കെ വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉള്ളത് കാരണം അവരങ്ങനെ ഡീറ്റെയിലായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. നമുക്ക് പ്രതീക്ഷിക്കാം ഇനി വരുന്ന വീഡിയോയിൽ അങ്ങനെ വല്ല അപ്ഡേഷനും കാര്യങ്ങളും ഉണ്ടാവുമോ എന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അന്വേഷണത്തിൻ്റെ ഭാഗം അതിനെക്കുറിച്ചും പറയണില്ല. പോലീസാണോ അല്ലെങ്കിൽ മറ്റുള്ളതാണോ അന്വേഷിക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല വീഡിയോയിൽ. ഇത്രയും കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ആ കുട്ടിയാണെന്നുള്ള രീതിയിലുള്ള കുറച്ച് സൂചനകളും കാര്യങ്ങളും കിട്ടി, പക്ഷെ കൺഫേം ആയിട്ടില്ല. സാഹചര്യങ്ങൾ ഏകദേശം ഊഹം അത്രേ പറയുന്നുള്ളൂ. ദിയ ഫാത്തിമയാണെന്നുള്ള ഊഹം മാത്രം. ഓക്കെ, അപ്പോൾ അതായിരുന്നു ആ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നിൽ വലിയ മാഫിയാണ് എന്നുള്ള കാര്യമൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതും വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും, എങ്ങനെയാണ് എന്താണ് ഒന്നും അറിയില്ല. അപ്പോൾ വ്യക്തമായിട്ട് അത് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനും സാഹചര്യങ്ങളായിട്ടായിരിക്കാം അതൊന്നും പറയാഞ്ഞത്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രതീക്ഷിക്കാം എന്താണ് എന്നുള്ളത്. അതല്ല ഇതൊരു അവിടെ ഇല്ല അവിടെ ഇല്ലാതായി പോകുമെന്നുള്ള കാര്യം അറിയില്ല, ഒന്നും അറിയില്ല എനിക്ക്. ഇതൊന്നും പറയാനും പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം നമ്മൾ വെറുതെ വന്നിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യുക, കുട്ടിയെ കിട്ടിയെന്നോ അല്ലെങ്കിൽ കുട്ടിയാണെന്നോ എന്നൊക്കെ പറഞ്ഞ് വെറുതെ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള, കാരണം നമുക്ക് എല്ലാം പറയുന്ന പോലെ ഇത് വന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു കുട്ടിയുടെ ഇതായിട്ട് ബന്ധപ്പെട്ടൊരു കേസാണ്. അതുകൊണ്ട് തന്നെ വെറുതെ വന്നിട്ട് കുട്ടിയെ കിട്ടി അല്ലെ കുട്ടി അതാണ് കുട്ടി ഇതാണ് അതുതന്നെയാണ് കുട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് എനിക്കിതിനെക്കുറിച്ചൊരു വ്യക്തത ഇല്ലാത്തത് കാരണമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ കിട്ടുവാണോ എന്നുള്ളത്. പിന്നെ ഇതിനിപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരാളെ കൊണ്ട് മാത്രം ഈ കേസ് ഇപ്പം കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഇതിൻ്റെ കുറേ ആൾക്കാർ സപ്പോർട്ടും കുറേ ആൾക്കാരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കാര്യത്തിലൊരിതുണ്ടാവുള്ളൂ. സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ പോലീസും ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെയാണ് ഇതിനൊരു ഇതുണ്ടാവുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരാളെ കൊണ്ട് ജുനൈദ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ജുനൈദുമായി ബന്ധപ്പെട്ട ആൾക്കാർ മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഇതിൻ്റെ പിന്നിലുള്ള വലിയ ടീമാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വലിയ ആൾക്കാർ തന്നെ നമ്മളെ ഭാഗത്തുനിന്നൊരു ശക്തിയും കൂടെ വേണം. കാരണം ഇതൊരു മാതിരി കേസാണ്. അതുകൊണ്ട് ഒരു വള്ളി പിടിച്ച കേസായതുകൊണ്ട് പിന്തുണ കൊടുക്കാനും സപ്പോർട്ട് കംപ്ലീറ്റ് നമ്മുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും പിന്നെ പ്രാർത്ഥനയും അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നടക്കുകയുള്ളൂ ഈ സംഭവം. പിന്നെ ശക്തമായിട്ടുള്ള ഈ പോലീസിൻ്റെ സഹായം എനിക്ക് പറയാനുള്ളത് ആകെ ഒറ്റൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് വേണ്ടത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ്, പവർഫുള്ളായിട്ടുള്ള പോലീസും സേനകളും മാത്രമേ ഉള്ളൂ. അവരെ കൊണ്ട് മാത്രം കാരണം നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിനൊന്നും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഇതാവില്ല. അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളൊരു ഇതിൽ കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമായിട്ട് മാറും, കേസും കാര്യങ്ങളായിട്ട് മാറും. അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ
അതുകൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ടോപ്പ് അതൊക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ വലിയ വലിയ ആൾക്കാർക്കൊക്കെ ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ജുനൈദ്. അപ്പം അവർ മുഖേന ഇതിനൊരു വലിയൊരു തീരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവരെ കൊണ്ടുള്ള സഹായമാണ് ഇതിന് മുഖ്യമായിട്ട് ഒരു 90% അവരുടെ സഹായം നമുക്കിതിന് ആവശ്യമാണ്. ആ ടീമിൻ്റെ ഞാൻ പറഞ്ഞല്ലോ 10% മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അവരുടെ സഹായം ഇതിൽ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടത്? പോലീസിൻ്റെ ഒരു ആ ഉറക്കം തൂങ്ങി പോലീസിൻ്റെ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാൻ പറ്റിയൊരു ടീം, നമ്മളൊരു ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചില കേസുകളിൽ പറയുന്ന കാര്യം ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ അല്ലേ, ആ ഓപ്പറേഷൻ അല്ല, അങ്ങനെ ഒരു ഓപ്പറേഷൻ തന്നെ ഇതിന് വേണ്ടി വരും സംഭവത്തിന്. അപ്പോൾ അതിനെന്താണോ വേണ്ടത് അത് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയണം. അങ്ങനെയെങ്കിലും നമുക്ക് ആ കുട്ടിയെ ഒന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി നമുക്ക് മാക്സിമം നമ്മളെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം ഹെൽപ്പ് ചെയ്യുക. ഫാത്തിമൻ്റെ വീഡിയോ ഞാൻ ഇടുമ്പോൾ പല ആൾക്കാരും വന്ന് കാണുന്നുണ്ട്. കാരണം ഒത്തിരി പേർക്ക് ദിയ ഫാത്തിമൻ്റെ കാര്യങ്ങൾ എന്തായി എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയാണ്. അപ്പോൾ എൻ്റെ ഒരു സജഷനാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. കാരണം ഇത് ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ പറയണത്. ഇതൊക്കെ ചിലപ്പം ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ചിലപ്പം അറിയിക്കേണ്ട ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട്, ഒക്കെയാണ് നമ്മൾ അറിഞ്ഞത്. അങ്ങനെ വീഡിയോയിലൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യം. അതുപോലെ തന്നെ വലിയ വലിയ ആൾക്കാരെ ഒരു ഹെൽപ്പും കാര്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതൊരു ഓപ്പറേഷൻ പോലെ ഇത് നടത്തുക എന്നൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന സംഭവമാണ് എല്ലാവരും. ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടാലും ആര് വീഡിയോ ഇട്ടാലും ഈ എല്ലാവരും ഓടിച്ചെന്ന് ക്ലിക്ക് ചെയ്യുന്ന സംഭവമാണ്. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ക്ലിക്ക് ചെയ്യുന്ന സംഭവമാണ്. നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് കാണുമ്പോഴും ഒരു മിസ്സിങ് കേസിൻ്റെ കാര്യം കാണുമ്പോൾ നമ്മൾ എന്തായാലും അത് നോക്കും, ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കേസിന് ഒരു വല്ലാത്തൊരു ഇത് എന്തായി എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ എല്ലാവരെ പോലെ തന്നെ. അത് എല്ലാവരെ പോലെ എനിക്കും ഉണ്ട് കേട്ടോ. അത് ഇപ്പോൾ മറ്റുള്ള യൂട്യൂബ് വീഡിയോസിലായാലും ദിയ ഫാത്തിമ എന്ന് കാണുമ്പോൾ ഞാനും നോക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാനും ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും പല ആൾക്കാരും ഇതിൻ്റെ താഴെ വന്ന് പറയും, ഞങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങൾക്ക് ഇത് അറിയണമാണ്, നിങ്ങൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് വീണ്ടും പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജുനൈദിൻ്റെ വീഡിയോ കാണുന്നതാണ്, അതുകൊണ്ട് നിങ്ങളെ വീഡിയോൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്കത് മാത്രം കണ്ടാൽ മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എനിക്കറിയാം, ഞാൻ വീഡിയോ ഇട്ടാൽ എൻ്റെ വീഡിയോ താഴെ വന്ന് അങ്ങനെ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന യാതൊരു നിർബന്ധമില്ല. എനിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളൊരു അവകാശം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഒരു വീഡിയോ ചെയ്യാൻ അല്ലേ. അതിനെക്കുറിച്ച് എന്തെങ്കിലും എൻ്റെ ഒരു രീതിയിൽ എനിക്ക് സംസാരിക്കണം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കായാലും നമ്മുടെ സ്വന്തമായിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ ചെയ്യണമെന്നുണ്ടാവില്ലേ. ആ രീതിയിലാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ജുനൈദ് പറഞ്ഞ കാര്യമാണ്, ജുനൈദിൻ്റെ കാര്യങ്ങൾ, ദിയ ഫാത്തിമൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയണതാണ്, അതുകൊണ്ട് നിങ്ങൾ വേറെ വീഡിയോ പറയണ്ട എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലതും റിപ്പീറ്റേഷൻ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, പല വേർഷൻസിലും. നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു സംഭവം, ഒരു കണ്ടൻറ് തന്നെ പല ഡിഫറെൻറ്റ് ഫോംസിൽ ചെയ്യുന്നുണ്ട് അല്ലേ, എക്സെട്ര. കാരണം അത് അവരുടെ ഒരു പേഴ്സൺ, നമുക്കത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്തിനാ ഇത് ചെയ്യുന്നത്, ഇത് ഓൾറെഡി ഞങ്ങൾ കണ്ടതല്ലേ, ഞങ്ങൾ ഇതാക്കിയതല്ലേ. അപ്പോൾ അത് അവരുടെ ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടുകൂടി. ദിയ ഫാത്തിമൻ്റെ കാര്യം കൂടുതൽ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തന്നെ ജുനൈദിൻ്റെ വീഡിയോ കണ്ടാലും ആ വിഷയത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത്. കാരണം ആ മിസ്സിങ് കേസ് ആയതുകൊണ്ടും ആ കുട്ടിയുടെ കാര്യത്തിൽ ഇങ്ങനെ അപ്ഡേഷൻ കൊടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഒരു ഇതാണ്. കാരണം അതെന്തെങ്കിലും ഒരു തീരുമാനം ആവണം, എന്തെങ്കിലും ആ കുട്ടിയുടെ കാര്യമായിട്ട് മറക്കരുത്, നമ്മളിങ്ങനെ ഇടയ്ക്ക് ഓർത്തുകൊണ്ടിരിക്കണം. എന്നാലേ നമുക്ക് അതിനെന്തെങ്കിലും തുമ്പുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ കുട്ടീനെ തിരിച്ചു കിട്ടുള്ളൂ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ മറക്കാൻ പാടില്ല ആ കുട്ടീനെ. നമ്മൾ എന്ത് പറഞ്ഞാലും ആ കുട്ടീൻ്റെ കേസ് മറക്കാൻ പാടില്ല. കാരണം കുറച്ച് കഴിഞ്ഞാൽ തണുത്ത് പോകാൻ പാടില്ല, അതുകൊണ്ടാണ്. കാരണം പല കാര്യങ്ങളും അങ്ങനെയല്ലേ, നിങ്ങൾ തന്നെ എടുത്ത് നോക്കി, പല കേസുകളും കൊലപാതകമാണെങ്കിലൊക്കെ ആദ്യത്തെ ആ ചൂടുണ്ടാവും എല്ലാവർക്കും, പിന്നെ കുറേ കഴിഞ്ഞാൽ തണുക്കും, ആരും ഓർക്കില്ല. എപ്പോഴെങ്കിലും ആണ്ടിലൊരിക്കലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് യൂട്യൂബേഴ്സ് ആരെങ്കിലും പോയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമക്കാർ പോയിട്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാലായി, അല്ലാതെ ആരും അതിനെക്കുറിച്ച് ഓർക്കില്ല. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഈ ദിയ ഫാത്തിമൻ്റെ കേസ് തണുത്ത് പോകരുത്, അത് എപ്പോഴും ചൂടായിട്ട് തന്നെ നിൽക്കണം എന്നുള്ള ഒറ്റൊരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. നമുക്ക് പ്രതീക്ഷിക്കാം എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്കിങ്ങനെ നോക്കി കാണാം. ആ കുട്ടി തന്നെയാണോ ഇപ്പോൾ പറഞ്ഞ വീട്ടിലെ സാഹചര്യമൊക്കെ പറഞ്ഞ വീട്ടിലുള്ള കുട്ടി തന്നെയാണോ ദിയ ഫാത്തിമ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, വരും ദിവസങ്ങളിൽ നമുക്കിങ്ങനെ നല്ല നല്ല അപ്ഡേഷൻസ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള അപ്ഡേഷൻസ്. നെഗറ്റീവ് അപ്ഡേഷൻസ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പോസിറ്റീവ് അപ്ഡേഷൻസ് ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ. പിന്നെ ആ കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു ആഘോഷമായിട്ട് തന്നെ മാറ്റണം, ഒരു സെലിബ്രേഷനായിട്ട് തന്നെ. കാരണം അത് ഒരു വലിയൊരു ചരിത്രം തന്നെ ആവണം സത്യത്തിൽ. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനും പാടില്ല. കാരണം അമ്മാതിരിയുള്ളൊരു 8ൻ്റെ പണി തന്നെ ആ ടീമിന് കൊടുത്തിട്ട് അത് ആരാണെങ്കിലും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെ പറയാനുള്ളത്. കൂടുതൽ ഈ വിഷയത്തിൽ സംസാരിക്കാനല്ല, നമുക്ക് പ്രതീക്ഷിക്കാം പോസിറ്റീവായിട്ടുള്ള അപ്ഡേഷൻസിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഗൈസ് ബൈ.